നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ നടത്താറുണ്ട്. ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി സൗകര്യങ്ങളിലും വർധനവ് വേണ്ടതുണ്ട്. എന്നാൽ വിവിധ ഏജൻസികൾ തമ്മിൽ ഏകോപനമില്ലാതിരിക്കുകയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെയും അഭാവം ഉണ്ടാവുകയും ചെയ്താൽ ഈ ഒരുക്കങ്ങളെല്ലാം താളം തെറ്റും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദിവസങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വന്ന പാളിച്ച. കിലോമീറ്ററുകൾ താണ്ടി വന്ന തീർത്ഥാടകർ വലിയ ദുരിതത്തിലൂടെയാണ് ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയത്. ഒട്ടേറെ പേർ ദർശനം നടത്താതെ തിരിച്ചുപോയത് തന്നെ ചരിത്രത്തിൽ ആദ്യം. കൂടാതെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശബരിമലയിൽ ഇത്രയധികം ദുരിതങ്ങൾ ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണം 18ാം പടിക്ക് മുകളിലെ മേൽക്കൂര നിർമ്മാണം മൂലം കൽത്തൂണുകൾ തീർത്ഥാടകരെ പടി കയറ്റിവിടുന്നതിൽ പോലീസുകാർക്ക് തടസ്സമുണ്ടാക്കുന്നു എന്നതാണ്. ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞു. 18ാം പടി വഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരാ എന്ന് ദേവസ്വം ബോർഡ് വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ വിശദീകരണവുമായും പോലീസ് രംഗത്തെത്തുന്നത്. അപൂർണമായി നിൽക്കുന്ന ഈ കൽത്തൂണുകൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് പോലീസിന്റെ പരാതി. നിലവിലെ ഈ ഭക്തജനങ്ങളുടെയും പോലീസുകാരുടെയും ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ശബരിമലയിൽ 18ാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്ന സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ഒരുപോലെ വിശദീകരണം തേടി. എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ ഉരുണ്ടു കളിക്കുകയാണ്. വിശദീകരണത്തിന് സർക്കാർ കൂടുതൽ സമയം തേടിയതിനെ തുടർന്ന് കേസ് 19ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടെയാണ് പോലീസും എതിർപ്പുമായി രംഗത്ത് വരുന്നത്. കൊത്തുപണികളോട് കൂടിയ കൽത്തൂണുകൾക്ക് മുകളിലേക്ക് ഫോൾഡിംഗ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി. നിലവിലെ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായ പടിപൂജ ടർപ്പോളിൻ കെട്ടിയാണ് ഇപ്പോൾ നടത്തുന്നത്. പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്തുവാനും അതോടൊപ്പം തന്നെ സ്വർണം പൂശിയ 18ാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം. തീർത്ഥാടകരെ 18ാം പടി കയറ്റാനായി പോലീസ് മുമ്പ് ഇരുന്ന സ്ഥലത്താണിപ്പോൾ ഈ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. തീർത്ഥാടകരെ ഉയർത്തി മുകളിലേക്ക് കയറ്റി വിടുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് നടക്കുന്നില്ല. ഇതു കാരണം പടിക്കയറ്റത്തിലെ വേഗത കുറഞ്ഞു. അതേസമയം തന്നെ മേൽക്കൂര നിർമ്മാണത്തിന്റെ മറ്റൊരു വശം എന്തെന്ന് വെച്ചാൽ 18ാം പടിക്ക് മുകളിലെ മേൽക്കൂര നിർമ്മാണം 18ാം പടിയുടെ ദൂരക്കാഴ്ച മറയ്ക്കുന്നുവെന്നായിരുന്നു. പടിക്ക് ഇരുവശവും മുൻവശവും കണ്ടാൽ സിനിമ സെറ്റ് ഇട്ടിരിക്കുന്നത് പോലെ ഒറ്റനോട്ടത്തിൽ തോന്നുകയുള്ളൂ. 18ാം പടിക്ക് ഇരുവശവുമായി വലിയ ഉയരത്തിൽ കോട്ടമതിൽ പോലെയാണ് നിർമ്മാണം നടക്കുന്നത്. ഇതോടെ തിരുമുറ്റത്ത് പടിയുടെ വശങ്ങളിൽ നിന്നും താഴോട്ട് നോക്കിയാൽ പടിയുടെ ദൃശ്യവും പടിപൂജയും കാണാൻ കഴിയില്ല എന്നും വിമർശനം ഉയർന്നു വരുന്നു. ആവശ്യം കഴിഞ്ഞാൽ പടിയുടെ മുകളിലെ ഗ്ലാസ് മേൽക്കൂര നീക്കം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. മേൽക്കൂര നിർമ്മാണം മൂലം പടികയറ്റം സാവധാനത്തിലായതുകൊണ്ട് തന്നെ ക്യൂ നീളുകയും 18 മണിക്കൂറോളം ദർശനത്തിനായി ഭക്തർ കാത്തു നിൽക്കേണ്ടി വരുന്നതും വിവാദമായിരിക്കുകയാണ്. പുതിയ പരാതിയുമായി പോലീസും വരുന്നത്. തൂണുകൾ വച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടുണ്ടായെന്ന് ACP വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് 1 മിനിറ്റിൽ 75 പേരെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതും അതിന് കഴിയില്ലെന്ന് ADGP വ്യക്തമാക്കിയതും. ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസുമുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി വഴിപാടായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ 18ാം പടി നിർമ്മാണത്തിനെതിരെ നേരത്തെ ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പണി തുടങ്ങിയെങ്കിലും തീർത്ഥാടനമായിട്ടും പൂർത്തീകരിക്കാതിനെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വലിയ കൽത്തൂണുകൾ വന്നതോടെ പോലീസുകാർക്ക് സൗകര്യമായി നിന്ന് പടിയിൽ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പടികയറ്റത്തിന്റെ വേഗതയെ ബാധിക്കുന്നു. യാതൊരു ദീർഘവീക്ഷണമില്ലാതെയാണ് 18ാം പടിക്ക് മേൽക്കൂര എന്ന പേരിൽ പടിയുടെ ഇരുഭാഗങ്ങളിലുമായി നിരവധി തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതും സർക്കാരിന്റെ മറ്റു പദ്ധതികളെ പോലെ ആർക്കോ എന്തിനോ വേണ്ടി ചെയ്തതുപോലെ ആകുമോ? എല്ലാം വെള്ളത്തിലാവുമോ?